ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ നൈറ്റിൽ ഹെയർ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ആൽബ്സ് ഗുഡ്നെസിന്റെ റോസ്മെരി വാട്ടറും പിന്നെ ബെയർ അനാറ്റമീന്റെ ഒരു സെറമാണ്. ഇത് ഞാൻ മാറി മാറിയിട്ടാണ് തേക്കാറ്. ലൈക്ക് ഒരു വീക്കില് ഞാനിപ്പം ഞാനിത് 2 നേരമായിട്ടാണ് തേക്കൂട്ടോ. ഞാൻ ഓരോന്നായിട്ട് പറയാം. സോ ആൽബ്സ് ഗുഡ്നെസിന്റെ വന്നിട്ട് ഈ റോസ്മെരി വാട്ടർ ഞാൻ വീക്ക്ലി ഒരു 2 തവണ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഈ സെറം തേക്കാറ്. ഞാൻ ഈ സെറം എൻ്റെ നൈറ്റ് കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 month 2 month ഒക്കെ ആവുന്നുണ്ടാവുള്ളൂ. സോ എങ്ങനെയാ യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ആൽബ്സ് ഗുഡ്നെസിനെ പറ്റി പറയാം. ഈ ആൽബ്സ് ഗുഡ്നെസ് റോസ്മെരി വാട്ടർ ഇത് ഞാൻ കുറച്ചായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ബോട്ടിൽ കാര്യമായി ഇത് 3 രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിൽ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് തലയിൽ ചുമ്മാ ഇത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ തല കെട്ടിച്ച് കിടന്നുറങ്ങും. പിന്നെ ഇത് ആദ്യം ഞാനൊരു എപ്പോഴും തേക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം തലവേദനയൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, 2 തവണയൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഈ ബോട്ടിനകത്ത് 3 വേ പറയുന്നുണ്ട്. ഒന്നെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ കുളിക്കുമ്പോൾ ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഇട്ടതിന് ശേഷം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് മസാജ് ഒക്കെ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കഴുകിക്കളയുന്നു. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞത് നൈറ്റ് ടൈമില് ലൈക്ക് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ തലയിൽ തേക്കുന്നു, അങ്ങനെ കിടക്കുന്നു, നോർമൽ അതങ്ങനെ വെക്കുന്നു. പിന്നെയുള്ളത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഷാമ്പു കണ്ടീഷണറും കാര്യങ്ങളൊക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം നമ്മൾ തലയിൽ അടിക്കുന്നു, അത് അങ്ങനെ വെക്കുന്നു. ലൈക്ക് നിങ്ങൾ ഏത് സമയത്താണോ, രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണോ വൈകുന്നേരം, അങ്ങനെ. അപ്പൊ 3 മെത്തേഡാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റോസ്മെരി വാട്ടർ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് ആമസോണിൽ ഇച്ചിരി കൂടുതലാണ്, 225 എന്താണ് കാണിക്കുന്നത്, പ്രൈസ് കാണിക്കുന്നത്. നൈക്കയിലല്ല, പേർപ്പിളില് 198 കാണിക്കുന്നുണ്ട് 100 ml. സോ അതാണ് ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. പിന്നെ വന്നിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് ബെയർ അനാറ്റമിയുടെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം. ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് റെഡൻസിൽ, അനാഗിൻ അതെന്നൊക്കെ പറഞ്ഞത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടപ്പം വാങ്ങി നോക്കിയതാണ്. പക്ഷെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതൊരു 3 months അറ്റ്ലീസ്റ്റ് ഒരു 3 ബോട്ടിൽ എന്ന് പറയാം, 3 ബോട്ടിലെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലേ അതിന്റെ എഫക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി. ആദ്യം തന്നെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ തന്നെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം ഇതെന്താ, ഞാൻ ബെയർ അനാറ്റമിയുടെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാറ്റം തോന്നിയിട്ടുണ്ടായി. ഈ ഡാൻഡ്രഫിന്റെയും ഹെയർ ഫാൾ ഒക്കെ കുറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ ബെയർ അനാറ്റമിയുടെ ഈ സെറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ മേടിച്ചതാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്. ഇതിന്റെ പ്രൈസ് ഈ ബോട്ടിലിൽ 849 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആമസോണിലും നൈക്കയിലൊക്കെ 696 ആ ഒരു റേഞ്ചിൽ കിട്ടും ഈ പ്രോഡക്റ്റ്. രണ്ടിലും സെയിം പ്രൈസ് ആണ്. അപ്പം ഇതാണ് ഞാൻ നൈറ്റ് കെയറിന് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഓരോ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേറെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയും. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.